അന്നദാനം മഹാദാനം. ഇത് ഉത്സവകാലമാണ്. നാടെങ്ങും ചെറുതും വലുതുമായ ഒട്ടനേകം ക്ഷേത്രങ്ങളിൽ ഉത്സവവും ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനവും നടക്കുന്നുണ്ട്. മന്ത്ര ഇന്നുള്ളത് കരികകത്തമ്മയുടെ നടയിലെ അന്നദാനപുരയിലാണ്. ഉദ്ദേശം 1200-ലധികം പേർക്ക് ഒറ്റത്തവണ ഇരുത്തി ഭക്ഷണം നൽകുവാൻ തക്ക തരത്തിൽ അതിവിശാലമായാണ് ഇത്തവണത്തെ അന്നദാനപുര ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഏപ്രിൽ 6 ഞായർ അവധി ദിവസമാണ്. അമ്മയുടെ നടയിലും അന്നദാനപുരയിലും പതിവിൽ കവിഞ്ഞ തിരക്കുള്ള ദിവസമായതിനാൽ ഭക്ഷണം വിളമ്പി നൽകുവാനുള്ള സൗകര്യാർത്ഥം അന്നദാനപുരയുടെ സീറ്റിംഗ് അല്പം കുറച്ച് 1000-നകത്താക്കി മാറ്റിയിട്ടുണ്ട്. വിശാലമായ അന്നദാനപുരയും അതിവിപുലമായ പഴയടൻ നമ്പൂതിരിയുടെ രുചിക്കൂട്ടുകളും പാചക നൈപുണ്യവും ഒത്തുചേർന്നപ്പോൾ അന്നം കഴിക്കുന്നവരുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി മന്ത്ര നേരിട്ട് കണ്ടു. അന്നമാണ് ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്നത്. അന്നം തന്നെ ആത്മാവ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അത്രയും മഹത്തായ അന്നത്തെ ദാനം ചെയ്യുന്നത് അതീവ പുണ്യമാകുന്നു. എല്ലാ ജീവികളുടെയും പരിതാപകരമായ അവസ്ഥയാണ് ആഹാരമില്ലായ്മ. വിശപ്പ് ഒരു മഹാവ്യാധിയാണ്. വിശക്കുന്ന വയറിന് ആഹാരം കൊടുക്കുന്നത് മറ്റേതൊരു പുണ്യപ്രവൃത്തിയേക്കാളും മഹത്തരമാകുന്നു. വയറു നിറയെ ആഹാരം കഴിക്കുമ്പോൾ ഒരാൾ പൂർണ്ണ തൃപ്തനാകുന്നു. അന്നദാനം നൽകാത്ത ഒരുവന്റെ ജീവിതം വ്യർത്ഥമായി തീരുന്നു. അന്നദാനത്തിന്റെ മഹത്വം പറയുന്ന ഈ കഥ മഹാഭാരതത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കർണനും സുയോധനനും മരണശേഷം സ്വർഗത്തിലെത്തി. രണ്ടുപേർക്കും ഉജ്ജ്വലമായ വരവേൽപ്പുകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു. എന്നിട്ട് രണ്ടുപേർക്കും ഓരോ കൊട്ടാരവും നൽകി. സകലവിധ സൗകര്യങ്ങളുമുള്ള കൊട്ടാരങ്ങളിൽ ദർബാറുകളും നർത്തകിമാരും എല്ലാം ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കർണന് ദാഹം അനുഭവപ്പെട്ടു. വെള്ളം അന്വേഷിച്ച് കൊട്ടാരം മൊത്തം കറങ്ങി നടന്നു. ഒരിടത്തും കിട്ടിയില്ല. വെള്ളം മാത്രമല്ല, ഭക്ഷണവും അവിടെ എങ്ങും കണ്ടില്ല. ഉള്ള ആപ്പിളും മുന്തിരിയും എല്ലാം തന്നെ സ്വർണത്തിലും വെള്ളിയിലുമുള്ളതാണ്. വൈകുന്നേരമായപ്പോഴേക്കും കർണൻ അവശനായി. ഗതിമുട്ടിയപ്പോൾ കർണൻ കൃഷ്ണനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ഒന്നും തിന്നുവാനും കുടിക്കുവാനും തരാതെ എന്ത് സ്വർഗം! സുയോധനന് എല്ലാ സൗകര്യവുമുണ്ട്, എനിക്ക് ഭക്ഷണവും വെള്ളവുമില്ല. ഇങ്ങനെ പരാതികളുടെ ലിസ്റ്റ് കൃഷ്ണന് മുന്നിൽ വച്ചു. കൃഷ്ണൻ പറഞ്ഞു, നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തുവോ അതനുസരിച്ചാണ് സ്വർഗത്ത് നിനക്ക് ഓരോ സൗകര്യങ്ങൾ കിട്ടുന്നത്. എന്നെങ്കിലും ദാഹിച്ചു വരുന്ന ഒരാൾക്ക് വെള്ളമോ വിശന്നു നടന്ന ഒരാൾക്ക് ഭക്ഷണമോ നീ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തതെല്ലാം സ്വർണവും വെള്ളിയും രത്നങ്ങളുമല്ലേ. പിന്നെ നിനക്ക് സ്വർഗത്തിലെങ്ങനെ ഭക്ഷണം കിട്ടും? കർണൻ ആകെ വിഷമത്തിലായി. കർണൻ ആരാഞ്ഞു, ഭക്ഷണം കിട്ടാൻ ഒരു വഴിയുമില്ലേ? കൃഷ്ണൻ പറഞ്ഞു, എന്നെങ്കിലും ആർക്കെങ്കിലും അന്നദാനം നടത്തുന്ന സ്ഥലത്തേക്ക് നീ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കർണൻ, ഉണ്ട്. ഒരിക്കൽ സുയോധനൻ അന്നദാനം നടത്തിയപ്പോൾ ഒരാൾക്ക് ആ സത്രത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ നീ അന്ന് ചൂണ്ടിയ ആ വിരൽ ഇപ്പോൾ ഒന്ന് നുണഞ്ഞു നോക്കൂ. കർണൻ ഭഗവാനെ അനുസരിച്ചു. വലതു കൈയിലെ ചൂണ്ടുവിരൽ നുണഞ്ഞ കർണന് വിശപ്പ് മാറി എന്ന ഐതിഹ്യം. അന്നദാന സത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയ വിരലിന് ഇത്രയും പുണ്യമെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് സ്വർഗം നിശ്ചയമത്രേ. ദാനകർമ്മങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായത് അന്നദാനം തന്നെയാണ്. മറ്റേതൊരു ദാനവും അന്നദാനത്തോളം മാഹാത്മ്യമേറിയതാകില്ല. വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷമുണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു. മറ്റൊരു ദാനം കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല. ധനം, വസ്ത്രം, സ്വർണം, ഭൂമി ഇവയിലേത് കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും. എന്നാൽ അന്നദാനം ലഭിച്ചാൽ, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതിയെന്ന്. അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളിന് പരിപൂർണ തൃപ്തിയാണുണ്ടാകുന്നത്. ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല. അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും സങ്കടവും മാറുമെന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ്. അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനങ്ങളെക്കാൾ മഹത്തരമാകുന്നത്. കരികകത്തമ്മയുടെ നടയിലെത്തി ഇന്നത്തെ അന്നദാന വിശേഷങ്ങൾ ഭക്തർക്ക് ലഭ്യമാക്കുവാനും അന്നദാനത്തിൽ പങ്കുകൊള്ളുവാനുമുള്ള ഭാഗ്യം അമ്മയുടെ അനുഗ്രഹത്താൽ മന്ത്രയ്ക്ക് ലഭിച്ചു. ഉദ്ദേശം 15,000-ഓളം ഭക്തർ ഇതുവരെ അന്നദാന സദ്യയിൽ പങ്കുകൊണ്ടു. ആയിരക്കണക്കിന് ഭക്തർ അതിശക്തമായ വേനൽ ചൂടിലും നിരനിരയായി അന്നദാന സദ്യ കഴിക്കാൻ നിൽപ്പുണ്ടായിരുന്നു. ഇന്നത്തെ സദ്യയിൽ ഉദ്ദേശം 20,000-ലധികം ഭക്തർ പങ്കെടുക്കുമെന്ന് അനുമാനിക്കാം. നാളെ കൂടി മാത്രമേ അന്നദാനം ഉണ്ടാവുകയുള്ളൂ. നാളെയും മറ്റന്നാളും അമ്മയുടെ തങ്കരഥത്തിലെ എഴുന്നള്ളത്ത് രാവിലെ 8:40-നുണ്ടാകും. എല്ലാ കരികകത്തമ്മ ഭക്തർക്കും ദർശനഭാഗ്യം ലഭിക്കുമാറാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാകട്ടെ.
മന്ത്രയുടെ പേജ് ഫോളോ ചെയ്ത് മന്ത്രയ്ക്കൊപ്പം ചേരുകയും മന്ത്രയെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഓം ചാമുണ്ടേശ്വരിയെ നമഃ.